ഹരി, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ലംഘനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നായിരുന്നു അറിയിച്ചതെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഈ ബന്ദി കൈമാറ്റവും ഒപ്പം തന്നെ അതിൽ ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അത് തടസ്സപ്പെട്ടിരുന്നു. ഹമാസ് അത് അത്തരത്തിൽ കൈമാറാൻ തയ്യാറല്ല എന്ന് നിരന്തരം പറയുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഏകദേശം 110ഓളം പേർ ഗാസയിൽ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കരാറിൽ ഈ രണ്ട് വിഭാഗങ്ങളും, അതായത് ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചതിന് ശേഷം ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് പിന്നാലെ ഇത്തരത്തിൽ ഇനിയൊരു ലംഘനം കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ഒരു മൃതദേഹങ്ങളുടെ കൈമാറ്റം ഹമാസ് നടത്തിയത്. 2 മൃതദേഹങ്ങളാണ് കൈമാറുകയും ചെയ്തത്. ഒപ്പം തന്നെ അതിൽ ഇസ്രായേൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് മുൻപ് തങ്ങൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇനിയും 9ഓളം മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട്. അവ ഉടൻ കൈമാറണമെന്നുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. വ്യോമാക്രമണം ഇത്തരത്തിൽ തെക്കൻ ഗാസയെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. ആ വ്യോമാക്രമണത്തിൽ 10 ഇടങ്ങളിലായിരുന്നു ആക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു കണക്ക്, അല്ലെങ്കിൽ എത്രത്തോളം പേർ കൊല്ലപ്പെട്ടു, എത്രത്തോളം പേർക്ക് പരിക്കേറ്റു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സ്ഥിതിഗതികൾ ഖത്തറും അമേരിക്കയും നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്ക ഇത്തരത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംഭാഷണം നടത്തുകയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടണം, ഒപ്പം തന്നെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം ഇരു നേതാക്കളുമായി, ഇരു പ്രതിനിധി സംഘവുമായി കൂടിയാലോചനകൾ നടത്തി ഉടൻ തന്നെ ഒരു സമാധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതികൾ അത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇവരൊക്കെ പിന്നീട് ഒരു സമാധാനത്തിലേക്ക്, ഗാസ 2 വർഷത്തിന് ശേഷം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരുന്നു നമുക്ക് ആ സമാധാനം കാണാൻ സാധിക്കുകയും ചെയ്തു.